Watch full episodes on Jio Hotstar. പൂച്ചേ അങ്ങോട്ട് പോ. ഇത് മുഴുവൻ കമ്പനി തിന്നു തീർത്തല്ലോ. ഓടിക്കോ. അയ്യോ പൂച്ചേട്ടാ, ഞാൻ അറിയാതെ ചെയ്തതാ. എന്നെ ഒന്ന് വിട്ടേക്ക്. ഞാനിങ്ങനെ ഒരിക്കലും ഇനി ചെയ്യില്ല. മോട്ടു വേഗം ഓടിക്കോ ഇവിടുന്ന്. വേഗം ഓടിക്കോ, വേഗം ഓട്. ഇത്രയും നേരം നമ്മുടെ പുറകെ ഒന്നല്ലേ ഉണ്ടായിരുന്നുള്ളൂ. ഇത്രയും പൂച്ചകൾ എവിടുന്നാണോ കയറി വന്നേ? അതേ പത്രു, ഓടി രക്ഷപ്പെടാം. പൂച്ചകൾ നമ്മുടെ പിന്നിൽ നിന്ന് പോകുന്നില്ലല്ലോ പത്രു. ഇപ്പൊ ഞാൻ കാണിച്ചു തരാം. എന്റെ അമ്മ, ഇവിടെ ഇളനീരും ഒരുപാട് വലിപ്പമുള്ളതാണല്ലോ ഉള്ളത്. ഇളനീർ പട്ടാളമേ, ആ ജന്തുവിനൊന്ന് വേഗം പോയി നിർത്ത്. എന്റെ അമ്മോ, സ്റ്റാൻഡ് വിട്ടോ. ഓടിച്ചേർത്തല്ലോ. ഇനിയിപ്പൊ നമ്മളെങ്ങനെ രക്ഷപ്പെടും? ഇവിടെ മൊത്തം വെള്ളമാണല്ലോ കാണുന്നത്. മാറ് മാറ്, ഞാനൊന്ന് പോയിക്കോട്ടെ. എന്റെ അമ്മോ, ഞാൻ രക്ഷപ്പെട്ടു. രക്ഷപ്പെട്ടല്ലോ. ഞങ്ങള് രക്ഷപ്പെട്ടു. യജ്ഞോതോറസ് നിവാസികളെ, ഇന്ന് മൈറ്റി മാഗ്നത്തോറിന് പുതിയ മകുടം ചാർത്താൻ പോവുകയാണ്. അതില് മൂൺ പതിച്ചിട്ടുണ്ട്. നമ്മുടെ കഠിന അധ്വാനവും നമ്മുടെ സ്നേഹവും കൊണ്ട് ഈ മകുടം, എന്നോട് ക്ഷമിക്കണം, ഞങ്ങൾ ഓൾ മൈറ്റി മാഗ്നത്തോറിന്റെ ആജ്ഞപ്രകാരം ഞങ്ങൾ ഈ മകുടം നിർമ്മിച്ചിരിക്കുകയാണ്. മൈറ്റി മാഗ്നത്തോർ രാത്രിയും പകലും കഷ്ടപ്പെട്ട് ആ മകുടം നിർമ്മിച്ചിരിക്കുന്നു. കിരീടം എടുത്തുകൊണ്ട് വരൂ ബേട്ടോപ്പേ. ഒരുപാട് കൊച്ചു കൊച്ചു മനുഷ്യന്മാർ നമ്മുടെ ഗ്യാനത്തോറസിന്റെ അകത്തേക്ക് വന്നിരിക്കുന്നു. അവർ എവിടെ നിന്നാണ് വന്നതെന്ന് യാതൊരു പിടിയുമില്ല. ഞാൻ അവരെ പിടിക്കാൻ ശ്രമിച്ചു, പക്ഷേ അവർ രക്ഷപ്പെട്ടു. എന്ത്? നീ നിനക്ക് പറ്റിയ തെറ്റേറ്റ് വരാൻ വന്നതാണോ? 2 തെറ്റിനുള്ള ശിക്ഷ നിനക്ക് നൽകുന്നതായിരിക്കാം. 2 കുറ്റങ്ങളോ? ഞാൻ അങ്ങനെ എന്ത് ചെയ്തു മാഗ്നത്തോർ? വന്ന് കയറിയപ്പോൾ നീ എന്നെ ബഹുമാനത്തോടെ അല്ല വിളിച്ചത്. മൈറ്റി മാഗ്നത്തോർ വിജയിക്കട്ടെ എന്ന് പറഞ്ഞില്ല. രണ്ടാമത് നീ അവരെ രക്ഷപ്പെട്ടോടാൻ അനുവദിച്ചു. വളരെ വലിയ തെറ്റുകളാണ് നീ ചെയ്തിരിക്കുന്നത്. അരുത്, ഓടിക്കോ. കടന്നു പോടാ ഇവിടെ. ഞാൻ ഇവിടുന്ന് പോയേക്കാം, എന്നെ വിട്ടേക്കോ. അവർ നല്ല സമയത്താണ് എത്തിയിരിക്കുന്നത്. അവർ ഉറപ്പായിട്ടും ഭൂമിയിലെ മനുഷ്യരായിരിക്കും. അവര് നിലാവിനെ തേടി വന്നതായിരിക്കും. വരട്ടെ, ഞാൻ അവർക്ക് കാണിച്ചു കൊടുക്കാം. ബേട്ടാപ്പേട്ട് ചെല്ലേ, എന്നിട്ട് ആ ഭൂമിയിലെ മനുഷ്യരെ എന്റെ അടുത്തേക്ക് കൊണ്ടുവാ. പൊളിച്ചത്തല്ല. എന്റെ 20 കൊല്ലത്തെ അനുഭവത്തിൽ ഇങ്ങനൊരു ബോട്ടിൽ ഞാൻ ഇതുവരെ ചെയ്തിട്ടേ. പട്ലു, അങ്ങോട്ട് നോക്കിയേ. ഈ നാട്ടില് പട്ടികൾ വരെ പറന്നാ വരുന്നേ.
അതെന്താണെങ്കിലും നമുക്ക് അപകടമാണ്. വേഗം മുമ്പിലേക്ക് പോകാം. ഇവിടുന്ന് എത്രയും പെട്ടെന്ന് രക്ഷപ്പെടാം. ഇതേതോ ഡേഞ്ചറസ് പക്ഷിയാന്നാ തോന്നുന്നത്. വിട്ടോ. അയ്യോ, അത് നമ്മുടെ അടുത്ത് വരുന്നു. വേഗം പോ, വേഗം പോ, വേഗം ആവട്ടെ. കൺമുമ്പിൽ ഇതാ വെള്ളച്ചാട്ടം. ഇനി ആ പക്ഷിക്ക് നമ്മളെ എങ്ങനെ പിടിക്കാൻ കഴിയും? പൊളിക്കത്തല്ല. ചിങ്കം സാർ, നിങ്ങൾക്ക് എന്താ ഭ്രാന്തുണ്ടോ? നമ്മൾ ഈ വെള്ളച്ചാട്ടത്തിൽ വീണാലും കുടുങ്ങിപ്പോകും. ആ പക്ഷി നമ്മളെ പിടിച്ചാലും നമ്മൾ കുടുങ്ങിപ്പോകുന്നേ. എന്ത്? വെറും വയറ്റിൽ എനിക്ക് ഐഡിയ ഒന്നും വല്ലെന്ന് നിനക്ക് അറിയില്ലേ? പെട്ടെന്ന് ആലോചിച്ചെന്തെങ്കിലും പറയേ. ഐഡിയ. ചിങ്കം സാറും ഗസീറ്ററാമും നിങ്ങൾ രണ്ടുപേരും നിങ്ങളുടെ ഭാഗത്ത് നിന്ന് ഇലയെ മുറുക്കെ പിടിച്ചോളൂ. മോട്ടുവും ഞാനും ഞങ്ങളുടെ എന്റെ മുറുക്കെ പിടിച്ചോളാം. പക്ഷെ ഞാൻ എവിടെ പിടിക്കേണ്ടത് പറഞ്ഞില്ലല്ലോ. അയ്യോ, ഇവിടെ എന്താ സംഭവിക്കുന്നേ? എനിക്കൊന്നും മനസ്സിലാവുന്നില്ലല്ലോ. അയ്യോ, എന്റെ അമ്മ, ബേർഡ് വരുന്നല്ലോ. വേഗം വിട്. റൈറ്റിലോട്ട് പോ, റൈറ്റിലോട്ട്. ഒന്ന് വേഗം റൈറ്റ്. അയ്യോ, എന്റെ അമ്മ. ചേട്ടാ, അതിന്റെ റൈറ്റ് അല്ല, നമ്മുടെ റൈറ്റാ ഞാൻ നിങ്ങളെ തിരിയാൻ പറഞ്ഞത്. ലെഫ്റ്റിലോട്ട് പോ, ലെഫ്റ്റിലോട്ട് പോ. നമ്മൾ രക്ഷപ്പെട്ടേ. അയ്യോ, അത് വീണ്ടും വരുന്നുണ്ടല്ലോ. ഓടിക്കോ, ഓടിക്കോ, ഓടിക്കോ. വേണ്ട, വേണ്ട, ഒന്നും ചെയ്യരുതേ. വേണ്ട. നമ്മള് വിജയിച്ചേ. എന്റെ അമ്മ, തിരിച്ചു വരുന്നുണ്ടല്ലോ. മാത്രല്ല അതിന് നല്ല ദേഷ്യമുണ്ട്. രക്ഷിക്കേ. അയ്യോ, പക്ഷി നമ്മളെ എങ്ങോട്ടേക്കായി കൊണ്ടുപോകുന്നേ? പട്ലു, ചെറുതിലെ അമ്മ പാല് കുടിക്കെന്ന് പറഞ്ഞപ്പോഴൊന്നും കേട്ടില്ല. കുടിച്ചിരുന്നെങ്കിൽ ഇയാളെ പോലെ നല്ല ഹൈറ്റ് ആയിട്ട് വളരാമായിരുന്നു അല്ലേ? ഭൂമിയിലെ മനുഷ്യന്മാരെ, നിങ്ങൾക്ക് മാഗ്നത്തോറസിലേക്ക് സ്വാഗതം. ഞാൻ മൈറ്റി, ഓൾ മൈറ്റി മാഗ്നത്തോർ, ഈ മാഗ്നത്തോറസിലെ ചക്രവർത്തി. നിങ്ങൾ വളരെ ചെറുതാണെങ്കിലും വളരെ ക്യൂട്ടാണ്. ഞങ്ങളാണ് മോട്ടു പട്ലു. ഇതാണ് ഞങ്ങളുടെ സുഹൃത്ത് ഡോക്ടർ ചട്ക കസീതാറാം. എന്നിട്ട് ഇതാണ് ഇൻസ്പെക്ടർ ചിങ്കം സാർ. ഇങ്ങോട്ട് നോക്കൂ. ഞങ്ങൾ ഞങ്ങളുടെ മൂൺ തെരഞ്ഞു വന്നതാണ്. അതെടുത്തിട്ട് ഞങ്ങൾ തിരിച്ചു പോയിക്കോളാം. നിങ്ങൾക്ക് ഞങ്ങളെ കൊണ്ട് ഒരു ആപത്തും ഉണ്ടാവില്ല. ഞാൻ കാരണം നിങ്ങൾക്കും ഒരു അപകടവും ഉണ്ടാവില്ല. നിങ്ങൾ വളരെ ചെറുതും സുന്ദരവുമായ ആൾക്കാരല്ലേ. നിങ്ങളെ കൊണ്ട് ഞങ്ങൾക്ക് എന്ത് അപകടം ഉണ്ടാവാനാ? എന്റെ അമ്മ, മൂൺ എവിടെയാന്ന് ഒന്ന് പറഞ്ഞേക്കേ. അല്ലെങ്കിൽ ദ നെയിം ഈസ് ചിങ്കമ്മേ. ചിങ്കത്തിന്റെ അടുത്ത് രക്ഷപ്പെടുന്നത് എംപോസിബിള്. അറിയാമല്ലോ, എംപോസിബിൾ. ഇങ്ങോട്ട് നോക്ക്, ഇവിടെ ഇരിക്കുന്നു നിങ്ങളുടെ മൂൺ. മനസ്സിലായില്ലേ? നിങ്ങളുടെ മൂൺ. നിങ്ങളുടെയൊക്കെ തലയ്ക്കകത്ത് കളിമണ്ണാണോ ഉള്ളത്? ഞങ്ങളുടെ ചന്ദ്രൻ അത്രയ്ക്ക് ചെറുതൊന്നും അല്ല, വളരെ വലുതാ. ദാ ഇത്രത്തോളം ഉണ്ടാവും. മൂൺ കുറേശ്ശെയായി ചെറുതാവുന്നത് ഡോക്ടർ ജഡ്കയും കണ്ടതാണ്. പക്ഷെ ഇയാൾ എങ്ങനെയാ ഇത് ഉണ്ടാക്കിയത്? ആലോചിക്കേണ്ടതുണ്ട്. ഇത് ഞങ്ങളുടെ മൂണാവാൻ സാധ്യതയില്ല. അത്രയും വലിയ മൂണിനെ നിങ്ങൾക്ക് എങ്ങനെ ഇത്രയും ചെറുതാക്കാൻ കഴിയാ? ഞാനൊരു സാധാരണക്കാരനല്ല. എന്റെ ഉള്ളിൽ അസാമാന്യ ശക്തികളുണ്ട്. വരൂ, ഞാൻ പറഞ്ഞു തരാം അതെങ്ങനെ ചെയ്ത്. ഇനി നീ എന്റെ കിരീടത്തിലിരുന്ന് പ്രകാശിക്കട്ടെ.
ഇങ്ങനെയാണ് മൂണ് എന്റെ കിരീടത്തിലെത്തിയത്. ഇതുപോലുള്ള ഒരുപാട് കാര്യങ്ങൾ ഇനി നിങ്ങൾ കാണാൻ പോവുക. എന്തായാലും നിങ്ങൾ ഇന്ന് എന്റെ അതിഥികളാണ്. എന്നോടൊപ്പം ഇരുന്ന് ഭക്ഷണം കഴിക്കൂ. നാളെ ഞാൻ നിങ്ങളെയാണ് ഭക്ഷണമാക്കുന്നത്. മൃഷ്ടാന്ന ഭോജനം. ഓ, നിങ്ങൾക്കും വേണോ? ഇന്നാ ആദ്യമായിട്ടാണ് കുറെ മനുഷ്യരുടെ അതിഥികളായി എത്തുന്നത്. ഈ അതിഥികളായി എത്തിയ ആൾക്കാരെ അങ്ങനെ വെറുതെ വിടാൻ പാടില്ല. ഇവർക്ക് വയറ് നിറയും വരെ ആഹാരം കൊടുക്കണം. മാഗ്നത്തോർ ചേട്ടാ, നിങ്ങൾക്ക് എന്ത് നല്ല മനസ്സാ. നിങ്ങളൊരു മഹാൻ തന്നെ, ദാനശീലനുമാണ്. അതുകൊണ്ട് നാളെ ഞങ്ങളുടെ മൂൺ മാത്രം ഒന്ന് തിരിച്ചു തന്നാ മതി കേട്ടോ. ഇല്ല, ഒരിക്കലുമില്ല. ഒരിക്കലും തിരിച്ചു തരില്ല. ഇവരെങ്ങോട്ടാ പോയത്? അവരെങ്ങോട്ടാ ഓടിയത്? അവരെല്ലാവരും നിങ്ങളുടെ സൂപ്പില് വീണു. എന്റെ അമ്മോ, ഇതെന്താ സൂപ്പർ സ്വിമ്മിംഗ് പൂളായി മാറിയിരിക്കുകയാണോ? ഇവരെ പുറത്തേക്ക് എടുക്ക്. കുളിക്കണ്ടല്ല. എന്റെ 20 കൊല്ലത്തെ അനുഭവത്തിൽ ആദ്യമായിട്ടാണ് ഞാൻ ഒരു സൂപ്പില് കുളിക്കുന്നത് കേട്ടാ. എന്റെ അമ്മോ, നീ പറഞ്ഞത് വളരെ സത്യമാണ് കസിനാറാം. എന്റെ അമ്മോ, അല്ല, ശരിക്കും ഇവിടെ എന്താ സംഭവിക്കുന്നത്? നിങ്ങൾ എന്തായി കാണിക്കുന്നത്? ഇത് എന്ത് കളിയാണത്? എനിക്ക് മനസ്സിലാവുന്നില്ല. Singam, the hero, what a landing! നനഞ്ഞു. ഇപ്പൊ ഞാൻ ഉടക്കി തരാം. താങ്ക് യു സാർ. ഞങ്ങളുടെ ഷർട്ടൊക്കെ ഉണങ്ങി. ഇവർക്കും കൂടി സൂപ്പ് എടുത്തോണ്ട് വരൂ. ഓക്കെ മാഗ്നത്തോർ. ഇനി നിങ്ങൾ ഞങ്ങളുടെ രുചികരമായ സൂപ്പ് ഒന്ന് ട്രൈ ചെയ്യേ. വാവ്, തീർച്ചയായും. ഓ, എന്ത് നല്ല മണം. എങ്ങനെയുണ്ട് എന്റെ സൂപ്പ്? എന്റെ 20 കൊല്ലത്തെ അനുഭവത്തിൽ ഇത്രയും രുചിയുള്ളൊരു സൂപ്പ് ഞാൻ ഇതുവരെ കഴിച്ചിട്ടേ ഇല്ല. ഇത്രയും ക്രിസ്പി ആയിട്ട് കടിക്കാനുള്ളത് എന്തോ ഇതിനകത്ത് ഇട്ടിട്ടുണ്ടല്ലോ. ഇത് കഴിക്കുമ്പോ എന്ത് രുചിയാണെന്ന് നിങ്ങൾക്ക് അറിയോ? ഇതെനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട സൂപ്പാ. ഈ പല്ലിവാല് സൂപ്പില് മൗണ്ടൻ ചിലന്തിയുടെ കാലുകൾ വളരെയധികം ടേസ്റ്റ് ഉള്ളവയാണ്. എന്ത്? എന്റെ സൂപ്പ് നിങ്ങൾക്ക് ഇഷ്ടമായില്ലേ? ഇവന്മാരെയൊക്കെ പിടിച്ച് സൂപ്പിലിട്. ഞാനൊന്ന് നോക്കട്ടെ ഇവന്മാരുടെ ടേസ്റ്റ് എങ്ങനെയാണെന്ന്. അല്ലല്ല, സൂപ്പ് നല്ല ഇഷ്ടമായി. എനിക്കും ഇഷ്ടപ്പെട്ടു. ഞങ്ങൾ ഇത്ര നേരം ഒച്ചയെടുക്കാനുള്ള കാരണം ഇത്രയും ദിവസം ഞങ്ങൾക്ക് ഇത് എങ്ങനെ അറിയാതെ പോയിന്ന് വിചാരിച്ചിട്ടാ. പല്ലിവാൽ സൂപ്പ് വളരെ നന്നായിട്ടുണ്ട്. എന്നിട്ട് ഇതിലുള്ള ക്രിസ്പി ചലന്തി കാലുകളും അടിപൊളി ടേസ്റ്റാ. ഞാൻ അപ്പോഴേ പറഞ്ഞതല്ലേ സൂപ്പ് നല്ല ടേസ്റ്റ് ആണെന്ന്. ഇന്നത്തെ ഈ സൂപ്പിന് ഒരു പുതിയ ടേസ്റ്റ് ഉണ്ടല്ലോ. എനിക്കിത് ഒരുപാട് ഇഷ്ടമായി. ഇതിൽ പുതിയ എന്ത് മസാലയാണ് ചേർത്തത്? അത് പിന്നെ ഈ ഹ്യൂമൻസ് എല്ലാം സൂപ്പില് വീടില്ലായിരുന്നു. അവരുടെ ബോഡിയുടെ സ്മെല്ലാണ്. വാവ്, ബോഡിയുടെ സ്മെല്ലിന് ഇത്രയും ടേസ്റ്റ് ആണെങ്കിൽ ബോഡി എന്തുമാത്രം ടേസ്റ്റ് ഉള്ളതായിരിക്കും. നാളെ രാവിലെ നേരം വെളുത്ത് കഴിയുമ്പോ ഇവന്മാരെ പിടിച്ച് എന്റെ സൂപ്പിലിട്ട് തരണം. നമുക്ക് സെലിബ്രേറ്റ് ചെയ്യാം. ഓരോരുത്തരെയായി നമുക്ക് സൂപ്പിലിട്ട് കഴിക്കാം. ഇങ്ങോട്ട് നോക്കൂ മാഗ്നത്തോർ. വെറും മാഗ്നത്തോർ അല്ല, ഞാൻ മൈറ്റി, ഓൾ മൈറ്റി മാഗ്നത്തോർ എന്ന് വിളിക്കൂ. അത് തന്നെയാ മൈറ്റി മാഗ്നത്തോർ.
മൂണില്ലാന്ന് പറഞ്ഞ ഭൂമിയിൽ ജീവിക്കുന്നവർ കുറേശ്ശെയായി നശിച്ചു പോകും. അതുകൊണ്ട് ഞങ്ങൾക്ക് ഇവിടുന്ന് മൂണിനെ തിരിച്ചു കൊണ്ടുപോയേ മതിയാകൂ. ഞങ്ങളാണ് മോട്ടു പട്ലു. ഞങ്ങൾ ഒരു തീരുമാനം എടുത്തു കഴിഞ്ഞാ അതിന്ന് ഒരിക്കലും ഞങ്ങൾ പിന്മാറില്ല. തന്നെ കൊണ്ട് തടയാൻ പറ്റുമെങ്കിൽ തടഞ്ഞു നോക്ക്. ഇത് ഞങ്ങളുടെ ഒരു ചാലഞ്ചാന്ന് വെച്ചോ. എന്റെ ചെറുവിരലിന്റെ വലുപ്പം പോലില്ലാത്ത മോട്ടു പത്ലു, നിങ്ങൾ എന്നെ വെല്ലുവിളിക്കാൻ മാത്രമായോ? ചാലഞ്ച് ഞാൻ ഏറ്റെടുത്തിരിക്കുന്നു. ഇനി ഞാൻ സൂര്യനെയും പിടിച്ചു കൊണ്ടുവന്ന് എന്റെ കിരീടത്തിൽ അണിയുന്നതായിരിക്കും. എന്താ ഇത് ഞാൻ നിങ്ങളോട് പറയുന്ന ചലഞ്ചാണ്. അല്ല വൈസർ, ഞാൻ എന്തെങ്കിലും അധിക പ്രസംഗമായിട്ട് ഇവരോട് പറഞ്ഞോ? നിങ്ങൾ മൗണ്ട് ഓഫ് മിസ്റ്റിക്കൽ പവേഴ്സിന്റെ അടുത്തേക്ക് പോയി 5 തത്വത്തിന്റെ ശക്തികൾ അടക്കി കഴിഞ്ഞാൽ ആ സൂര്യനെ പോലും നിങ്ങൾക്ക് കൈക്കലാക്കാൻ കഴിയും. പക്ഷേ അത് നാളെ രാവിലെ തന്നെ ചെയ്യണം. നാളെ ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിൽ 100 വർഷം കഴിയുന്നവരെ ആ ശക്തി ഒരുമിച്ച് കിട്ടാൻ സാധിക്കില്ല. ഞാൻ നാളെ പഞ്ചതത്വങ്ങളുടെ ശക്തി സമ്പാദിക്കാൻ പോവുകയാണ്. എന്നിട്ട് ഞാൻ സൂര്യനെയും പിടിച്ചു കൊണ്ടുവരും. എന്നിട്ട് എന്നെ കിരീടത്തിൽ അണിയും. അപ്പോൾ പിന്നെ ഭൂമി ഒറ്റ നിമിഷത്തിൽ ഇല്ലാതായി തീരും. പിന്നെ ഒരു മനുഷ്യൻ പോലും ഇവിടെ വന്നിട്ട് എന്നെ ശല്യപ്പെടുത്താൻ വരില്ല. ഇവരെയെല്ലാം ബന്ധിക്കൂ. മോളിനെ കൊണ്ടുവന്ന കുറെ മനുഷ്യന്മാര്. പട്ലു, നമുക്ക് ഇവിടുന്ന് രക്ഷപ്പെട്ടേ പറ്റൂ. നമ്മൾ എങ്ങനെയെങ്കിലും ആ മൂണിനെ ഇവിടുന്ന് എടുത്തോണ്ട് പോകാൻ നോക്കണം. വരൂ, നമ്മൾ എല്ലാവരും ചേർന്ന് ഈ ജയിലിനെ പുഷ് ചെയ്യാം. ഒത്തു പിടിച്ചാൽ ശക്തി അധികമാണെന്ന് അറിയില്ലേ? കുറച്ചുകൂടെ കൂടി ശക്തിയായി തള്ള. അയ്യോ, പതുക്കെ പോ, ശബ്ദം ഉണ്ടാക്കണ്ട. ഓടിച്ചെടുത്തല്ലോ. എല്ലാരും ഒരുമിച്ച് ചാടാമേ. വരൂ, നമുക്ക് നിലാവിനെ അന്വേഷിക്കാം. ആ കിരീടം എവിടെയാ ഉള്ളേ? ദേ അങ്ങോട്ട് നോക്ക്, കിരീടം അവിടെയാ വെച്ചിരിക്കുന്നേ. നമുക്ക് എങ്ങനെങ്കിലും ആ കിരീടം ഇവിടുന്ന് എടുത്തിട്ട് തിരിച്ചു പോയേ മതിയാകൂ. ഓടിച്ചെടുത്തല്ലോ. കൊണ്ടുപോകുന്ന പ്രശ്നമില്ലേട്ടാ. പക്ഷെ അതിനെ എങ്ങനെ ഇവിടുന്ന് വലുതാക്കി കൊണ്ടുപോകുന്ന എനിക്ക് മനസ്സിലാവാത്തത്. ഒരു സമയത്ത് ഒരു ജോലി, അതൊക്കെ പിന്നീട് ആലോചിക്കാം. നിങ്ങൾ എല്ലാവരും ഇവിടെ തന്നെ നിൽക്ക്, ഞങ്ങൾ മുകളിലേക്ക് പോയി അത് എടുത്തോളാം. യെസ്. രക്ഷപ്പെട്ടു. അയ്യോ, ഞാൻ വീഴാൻ പോവാ. അയ്യോ പട്ടു, നിന്നെയും പിടിച്ചാ നിക്കുന്നേ. സൂക്ഷിച്ച്. അയ്യോ ഇല്ല, എന്താ ഇത്? നീ എന്തായി ചെയ്യുന്നേ? കേറി വാ പട്ടു. പുറത്തു വാ, വേഗം പുറത്തു വാ. ആരുമില്ല. നന്നായിട്ട് കിടന്നുറങ്ങിക്കോ. വാഗ്നത്തോർ ചേട്ടാ, കിടന്നുറങ്ങിക്കോ. കലക്കി മോട്ടു. Watch India's largest kids library only on Jio Hotstar. Download the app now.